പോളിംഗ് പൂർത്തിയായപ്പോൾ മുന്നണികൾക്ക് പിടികൊടുക്കാതെയാണ് മധ്യകേരളം നിൽക്കുന്നത്. പല മണ്ഡലങ്ങളിലും വോട്ടിംഗ് ശതമാനം കുത്തനെ കുറയുന്നതും നമ്മൾ കണ്ടു. പാലക്കാട് വോട്ട് ചെയ്യാനെത്തിയ 3 പേർ കുഴഞ്ഞു വീണു മരിച്ചു. ചാലക്കുടിയിൽ 2020 CPIM പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. പൊതുവെ തണുപ്പൻ മട്ടിലാണ് മധ്യകേരളം തെരഞ്ഞെടുപ്പിനോട് പ്രതികരിച്ചത്. കോട്ടയത്തെ പോളിംഗ് 2019 75% നിന്നും 65% കൂപ്പുകുത്തിയത് ഇതിനുദാഹരണം. ഗ്ലാമർ പോരാട്ടം നടന്ന തൃശൂരിൽ 74% ഇതുവരെ പുറത്തുവന്ന കണക്ക്. കള്ളവോട്ട് ആരോപണങ്ങളും ഉയർന്നു. പലയിടങ്ങളിലും വോട്ടിംഗ് മെഷീൻ തകരാറിലായതും കല്ലുകടിയായി. ആലത്തൂരിൽ 75% വോട്ട് രേഖപ്പെടുത്തി. കഴിഞ്ഞ വർഷത്തേക്കാൾ 5% കുറവ്. പാലക്കാടും പോളിംഗിൽ ഗണ്യമായ കുറവ് അനുഭവപ്പെട്ടു. ജില്ലയിൽ വോട്ട് ചെയ്യാനെത്തിയ 3 പേർ കുഴഞ്ഞു വീണു മരിച്ചു. UDFന്റെ ഉരുക്കുകോട്ടയായ എറണാകുളത്ത് ഇതുവരെ 68% വോട്ട് രേഖപ്പെടുത്തി. സെലിബ്രിറ്റി മണ്ഡലമായ എറണാകുളത്ത് മമ്മൂട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ വോട്ട് ചെയ്യാനെത്തി. ഇടുക്കിയിൽ ഇത്തവണ പോൾ ചെയ്തത് 70% വോട്ട് മാത്രം. ചാലക്കുടിയിലും പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായി. തെരഞ്ഞെടുപ്പ് അവസാനിച്ചതിന് പിന്നാലെ CPIM 2020 പ്രവർത്തകർ തെരുവിൽ ഏറ്റുമുട്ടി. 24 കൊച്ചി.